അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഖാണെന്ന് വിശ്വസിക്കുന്നു. അമേരിക്കയിലുള്ള മറിയം മസൂദ് ലാം എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി, അവളുടെ വീഡിയോയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ലൈവ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഖുറാനിൽ നിന്ന് ഒരു ചെറിയ സൂറത്ത്, അതിൻ്റെ തജ്വീദ്, അതിൻ്റെ അർത്ഥം, പിന്നെ അതുപോലെ തന്നെ ഒരു ഹദീസ്, പിന്നെ നേരത്തെ ഞാൻ പാരായണം ചെയ്യുന്ന ഖുറാനിൻ്റെ ഭാഗം ഒരു മലയാളത്തിൽ അതിൻ്റെ കാവ്യരൂപത്തിൽ അതിൻ്റെ അർത്ഥം, പിന്നെ ഒരു ചെറിയ ഇസ്ലാമിക ഗാനം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് തുടക്കമായതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്തുൽ ഇൻഷിറാഹ്, സൂറത്തു ഷർഹ് എൻ്റെ ഫേവറേറ്റ് സൂറത്താണത്, അതുകൊണ്ട് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഇനി ഓരോ ആയത്തിലുള്ള നമ്മൾ ശ്രദ്ധിക്കാനുള്ള തജ്വീദിൻ്റെ നിയമങ്ങൾ ഒന്ന് പറഞ്ഞു പോവാണ്. അലം നശ്റഹ് ലക സദ്റക്. അലം നശ്റഹ്, അത് വളരെ വ്യക്തമാവണം, ഇൽഹാർ ആവണം. അലം നശ്റഹ്, മീമു സാക്കിന്, സുക്കൂനുള്ള മീമിന് ശേഷം ബാവും മീമും അല്ലാത്ത ഏതക്ഷരം വന്നാലും ഇൽഹാറാക്കണം, വെളിവാക്കണം എന്നാണ് നിയമം. അലം നശ്റഹ്. പിന്നെ ഹ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണം. സ്വദ് 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 ദ്. ഖൽഖല, ഖൽഖലക്ക് 5 അക്ഷരങ്ങളാണുള്ളത്. ഖാഫ്, ത്വ, ബ, ജീം, ദാൽ. ഈ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നാൽ വെളിവാക്കിക്കൊണ്ട് മുഴക്കിക്കൊണ്ട് ഓതണം. സ്വദ്റക്. ക്ക് എന്നുള്ളത് വല്ലാതെ മുഴങ്ങരുത്, ഹംസാണ്, ചെറിയ ഒരു ഖഫി മിന സൗത്ത്, ചെറിയ ഒരു ശബ്ദം. സ്വദ്റക്. ഓക്കെ. അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക്. അൻക ഇഖ്ഫാ എന്നാണ് നിയമത്തിൻ്റെ പേര്. സുക്കൂനുള്ള നൂനും തൻവീൻ, നൂനു സാക്കിന വ തൻവീൻ എന്ന പാഠത്തിൽ വരുന്നതാണ്. ഇഖ്ഫാൻ്റെ കൂട്ടത്തിൽ 15 അക്ഷരങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട കാഫാണ് ഇവിടെ വന്നത്. അൻക, അൻക എന്നല്ല, അൻക. വവദഅനാ അൻക വിസ്റക്. അടുത്തത് അല്ലദീ അൻഖദ ളഹ്റക്. അല്ലദീ എന്ന് മദ്ദുൽ മുൻഫസിലാണ്. അല്ലദീ എന്നത് വേറൊരു പദമാണ്, അൻഖദ എന്നുള്ളത് അടുത്തൊരു പദമാണ്. അപ്പോൾ 2 വ്യത്യസ്ത പദങ്ങളിൽ നിന്നും ഉണ്ടാവുന്ന മദ്ദായതുകൊണ്ട് ഹംസ കൊണ്ടുള്ള മദ്ദുൽ മുൻഫസിലാണിത്. 4ഓ 5ഓ ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടാം എന്നതാണ് നിയമം. അല്ലദീ അൻഖദ ളഹ്റക്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഒരുപോലത്തെ 2 അക്ഷരങ്ങൾ. അൻഖദ ദ ദ, അൻഖദ ളയും പിന്നെ ള എന്ന് പറയുമ്പോൾ ത്വാക്ക് പുള്ളിയിലെ അതില്ലേ, അതിന് ള എന്നാണ് പറയാം. ള, നാവ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ള എന്ന് പറയുമ്പോൾ നാവിൻ്റെ സൈഡ് ഈ പല്ലിൻ്റെ ഇവിടെയാണ് വരുന്നത്. ദ ദ, അതിന് ശേഷം ള വരണം. അല്ലദീ അൻഖദ ളഹ്റക്. ഓക്കെ. വറഫഅനാ ലക ദിക്റക്.
فإن مع العسر يسرا. فإن ഷദ്ദുള്ള നൂനിനും മീമിനും ഈ രണ്ടക്ഷരത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഷദ്ദ് വന്നാൽ മണിക്കണം ഗുന്നത്ത്. فإن مع العسر يسرا. إن مع العسر يسرا. ഈ രണ്ടായത്തും അങ്ങനെ. فإذا فرغت فانصب. ആദ്യം പറഞ്ഞ ഇഖ്ഫാ തന്നെയാണ്, സ്വാദും ഇഖ്ഫാന്റെ കൂട്ടത്തിൽപ്പെട്ടവ. فإذا فرغت فانصب. صب ب ب قلقلة. وإلى ربك فارغب. وإلى ربك فارغب ب. ഈ ഖൽഖല. ഇത്രയും നിയമങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓതാണ്. നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ എൻ്റെ കൂടെ നോക്കി വെക്കുക, നിയമങ്ങളൊക്കെ പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا. إن مع العسر يسرا. فإذا فرغت فانصب وإلى ربك فارغب. ഇനി ഇതിൻ്റെ ഒരു സാമാന്യ അർത്ഥം. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, തജ്വീദ് എന്നത് വളരെ വിശാലമായ അഗാധമായ ഒരു വിജ്ഞാന ശാഖയാണ്. ഞാൻ കുറച്ച് അറബി പുസ്തകവും മലയാള പുസ്തകവും വായിച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു ഉസ്താദിൻ്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട്, ഹിഫ്ദ് പഠിക്കുമ്പോൾ സമയത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഡീപ്പായിട്ട് ഞാനത് അത്രക്ക് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ പോരായ്മകളോ സൂചനകളോ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിർദ്ദേശിച്ചാൽ എനിക്കും കൂടെ അതിൽ നിന്ന് ഉപകാരമെടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അർത്ഥം. അലം നശ്റഹ് ലക സദ്റക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, നിന്റെ ഹൃദയം ഞാൻ വിശാലമാക്കി തന്നില്ലേ. ഈ ഹൃദയം വിശാലമാക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യത്തിൽ. ഒന്ന്, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അള്ളാഹു ആർക്കെങ്കിലും ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ ഹൃദയം ഇസ്ലാമിലേക്ക് വിശാലമാക്കും എന്നുള്ള ആ ഒരു ഹൃദയ വിശാലത. മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ മിഅ്റാജ് യാത്ര കൊണ്ടുണ്ടാക്കിയ ആ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്ന ഈ രണ്ട് കാര്യങ്ങളും തഫ്സീറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതാണ് അലം നശ്റഹ് ലക സദ്റക്, നിന്റെ ഹൃദയം നാം വിശാലമാക്കിയില്ലേ. വവദഅനാ അൻക വിസ്റക്, നിന്നെ പ്രയാസപ്പെടുത്തിയിരുന്ന നിന്റെ ഭാരങ്ങളെല്ലാം നാം ഇറക്കി വെച്ച് തന്നില്ലേ. അല്ലദീ അൻഖദ ദഹ്റക്, നിന്റെ മുതുക് ഞെരിച്ചു കളയുന്ന രീതിയിലുള്ള അത്രയും കൂടുതൽ പ്രയാസമുണ്ടായിരുന്നു അത്. വിസ്ർ എന്നുള്ളത് കൊണ്ട് പാപം, ദൻബ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ച് തന്നില്ലേ എന്നാ പറയുന്നത്. വറഫഅനാ ലക ദിക്റക്, നിന്റെ നാമം നാം ഉയർത്തിയില്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ലോകത്ത് എല്ലാ സമയത്തും ഈ ഒരു നാമം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നതാണ്. അപ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഉണ്ടായിട്ടില്ല, അത്രയും വലിയ ഒരു കാര്യമാണ്. അപ്പോൾ വറഫഅനാ ലക ദിക്റക്, നിന്റെ നാമം നാം ഉയർത്തിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ആ സന്ദർഭത്തിൽ ഇറങ്ങിയതെങ്കിൽ പോലും നമുക്ക് ഏവർക്കും എപ്പോഴും ഓതുമ്പോൾ ഒരു സമാധാനവും ഒരു സന്തോഷവും നമ്മുടെ ടെൻഷനൊക്കെ റിലീസ് ചെയ്യാനുള്ള ഒരായത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്കുള്ള ഫേവറേറ്റ് സൂറത്തായിട്ട് ഈ സൂറത്തു ഷർഹിനെ ഞാൻ കാണുന്നത്. ഓതിയാലൊരു നമുക്കൊരു സമാധാനമാണ്. അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് അല്ലദീ അൻഖദ ദഹ്റക് വറഫഅനാ ലക ദിക്റക്. പിന്നീട് അല്ലാഹു പറയുന്നു, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസം ഉണ്ടാവും, എളുപ്പം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നാൽ അതിനോടൊപ്പം തന്നെ യുസ്ർ, എളുപ്പം വരും എന്നതാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, അത് ആവർത്തിച്ച് തൗക്കീദ് ആവർത്തിച്ച് പറയുന്നു.
അത് തക്രാർ ചെയ്യുന്നതിലൂടെ, ആവർത്തിക്കുന്നതിലൂടെ അത് ഉറപ്പിച്ച് പറയാണ്. തീർച്ചയായും പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ടാവും. ഫഇദാ ഫറഗ്ത ഫൻസബ്. അതിനാൽ തന്നെ നാം ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്, ദുനിയാവിലുള്ള നമ്മുടെ ചുറ്റുപാടുകൾ കഴിഞ്ഞാൽ ആഖിറത്തിന് വേണ്ടി പ്രവർത്തനത്തിൽ നാം നിരതരാവണം. തഫ്സീറിലൊക്കെ കാണാം, ലാ സ്വലാത്ത ബിഹദ്റത്തി ത്വആം വലാ ഹുവ യുദാഫിഉഹു ലഖ്ബതാൻ എന്ന് കാണാം. നമ്മൾ ഭക്ഷണം ഹാദിറായ സമയത്ത് പിന്നീട് ആ സമയത്ത് നമസ്കാരം ഇല്ല എന്ന്. അപ്പോൾ ആ ഭക്ഷണത്തിന് ശേഷം പിന്നീട് നമസ്കാരത്തിലേക്ക് വരിക. അങ്ങനെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ ആഖിറത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക്. ഇനി അതല്ല, ഒരു നല്ല കാര്യം കഴിഞ്ഞാൽ അടുത്ത നല്ല കാര്യത്തിലേക്ക്, വിശ്രമമില്ലാത്ത നല്ല കാര്യത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കണം ഒരു മുഅ്മിന്റെ ജീവിതം എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. വ ഇലാ റബ്ബിക ഫർഗബ്. നമ്മുടെ ഈ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക. വ ഇലാ റബ്ബിക, നിന്റെ നാഥനിലേക്ക് നീ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നു. ഇതാണ് ഈ സൂറത്തിൻ്റെ ഒരു അർത്ഥം എന്നുള്ള ഒരു സാമാന്യ അർത്ഥം. തഫ്സീറിൽ വന്നിട്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്ത ചില സൂചനകളുമാണ് ഞാൻ നൽകിയത്. ഇനി ഈ സൂറത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിൽ ഇതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. അലി കണ്ണോത്ത് എന്ന് പറയുന്ന അല്പം നമ്മുടെയൊക്കെ പിതാവായി ഞാൻ കണക്കാക്കുന്ന, ഞാൻ നേരിട്ട് പരിചയമുള്ള ഒരാൾ ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്നും ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്ന് നോക്കാം. നിന്നുടെ നെഞ്ചിൽ വിശാലത പാകി നിഅമത്തൊട്ടേറെ നിനക്ക് ഞാനേകി എന്നതുപോൽ നിൻമുതുക് ഞെരിച്ച ഏറെ പ്രയാസങ്ങൾ നീക്കി ഞാൻ തീർച്ച ഉന്നതമാക്കി ഞാൻ നിന്നുടെ കീർത്തി ഉമ്മുൽ ഖുറ വിട്ടുലകിലുയർത്തി എന്നും പ്രയാസത്തിൻ പിന്നിലെളുപ്പം ഏറെയുണ്ടാണതിനാണ് പെരുപ്പം ഒന്നു കഴിഞ്ഞു മറ്റൊന്നു തുടങ്ങൂ ഉടയോനിൽ ആശകൾ അർപ്പിച്ചിറങ്ങൂ. ഇനി ഇതോടുകൂടെ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്ന് വിഷയവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ള പറയാനുള്ള ഒരു ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്. നമുക്കെല്ലാവരും ഇന്ന് ഞാൻ പറയുന്നത് നമുക്കെല്ലാവരും കേട്ട് പരിചയമുള്ള, പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ്റെ കാര്യം അത്ഭുതം തന്നെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണ്. ചിരിക്കുമ്പോൾ സഹാബിമാർ ചോദിക്കുക, എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത്, അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ്റെ കാര്യം വലിയ അത്ഭുതം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവൻ്റെ എല്ലാ കാര്യവും അവന് നല്ലത് മാത്രമാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് മുഅ്മിൻ അല്ലാത്ത മറ്റൊരാൾക്കും അങ്ങനെ ഒരു കാര്യമില്ല. ഇൻ അസ്വാബത്ഹു സറാ ശകറ, ഇൻ അസ്വാബത്ഹു സറാഉൻ ശകറ, അവന് നല്ല സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം അവന് വന്നാൽ അവൻ അതിന് നാഥനെ സ്തുതിക്കും. നല്ല കാര്യം വന്നു എന്നത് അവന് നന്മയുള്ളതാണല്ലോ. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അത് അവന് നല്ലതാണ്. വഇൻ അസ്വാബത്ഹു ദർറാ സ്വബറ, ഇനി അവന് വിഷമമുണ്ടാക്കുന്ന പ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം അവനെ ബാധിച്ചാലോ, അപ്പോൾ അവൻ ക്ഷമിക്കും. ആ ക്ഷമയുടെ ഭാഗമായിട്ട് അതും അവന് നന്മയായി വരും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ ഗുണമാവട്ടെ ദോഷമാവട്ടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ത് തന്നെ ഭാവിച്ചാലും അവൻ അതിൽ നന്മ മാത്രമേ വരുന്നുള്ളൂ എന്ന വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രവാചക വചനമാണ് ഞാൻ ഇന്ന് കേൾപ്പിച്ചത്. അവസാനമായി ഒരു ഇസ്ലാമിക ഗാനം കൂടെ അവതരിപ്പിച്ചിട്ട് ഇന്നത്തെ ലൈവ് വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാം. പക്ഷെ അത് അടുത്ത തിങ്കളാഴ്ച അതിനുശേഷം കാണാം. കെ.എസ്. ഖാദർ അവർ എഴുതിയിട്ടുള്ള പഴയ ഒരു ഗാനമാണ്. ചെറുപ്പത്തിൽ കുട്ടിയാകുമ്പോൾ കേട്ടിട്ടുള്ളതാണ്. പഴയ കാസറ്റിൽ നിന്ന്, ഓഡിയോ കാസറ്റിൽ നിന്ന് സിബല്ല സദാനന്ദനായിരുന്നു അന്ന് പാടിയിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഈണമൊക്കെ ചിലപ്പോൾ അതേപോലെ ഒന്നും ആയില്ല എന്ന് വരാം. നമുക്കങ്ങനെ ഇൻ്റർവ്യൂവിനുള്ളിൽ ഞാൻ പാടാം.
കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം, ഇഷ്ടം തരുന്നോൻ അല്ലാഹു മാത്രം, നഷ്ടം ഭവിക്കാത്തതാ ഒന്നു മാത്രം. സ്രഷ്ടാവു നീയേ നിനക്കാണ് സ്തോത്രം. ചാരുറ്റ പാരിന് രൂപം കൊടുത്തോൻ, രാവും പകൽ സൂര്യചന്ദ്രൻ പടച്ചോൻ, മാരി തുഷാരം മരുത്തും ചൊരിഞ്ഞോൻ, താരാമ്പരത്തിൻ്റെ മേലാപ്പമെയ്ത്തോൻ. കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം, ഇഷ്ടം തരുന്നോൻ അല്ലാഹു മാത്രം, നഷ്ടം ഭവിക്കാത്തതാ ഒന്നു മാത്രം. സ്രഷ്ടാവ് നീയേ നിനക്കാണ് സ്തോത്രം. ഒട്ടേറെ ഗോളങ്ങളോട്ടുന്ന നാഥൻ, തട്ടാതെ മുട്ടാതെ പോറ്റുന്ന കേമൻ, ഒട്ടാകെ മട്ടും പകിട്ടേറി രാജൻ, മട്ടോടെ പോറ്റി വളർത്തുന്ന നാഥൻ. കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം, ഇഷ്ടം തരുന്നോൻ അല്ലാഹു മാത്രം, നഷ്ടം ഭവിക്കാത്തതാ ഒന്നു മാത്രം. സ്രഷ്ടാവ് നീയേ നിനക്കാണ് സ്തോത്രം. പാരാവരം സൃഷ്ടി നാനാ തരങ്ങൾ, ചാരുറ്റ പൂങ്കാവുമേറെ മരങ്ങൾ, പാരാകെ ചേലുറ്റതാക്കിയ കൈകൾ, ആരാധ്യനല്ലാഹുവിൻ വൈഭവങ്ങൾ. കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം, ഇഷ്ടം തരുന്നോൻ അല്ലാഹു മാത്രം, നഷ്ടം ഭവിക്കാത്തതാ ഒന്നു മാത്രം. സ്രഷ്ടാവ് നീയേ നിനക്കാണ് സ്തോത്രം. ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ച അടുത്ത സൂറത്തുമായിട്ട് അടുത്ത ഹദീസുമായിട്ട് മറ്റൊരു ഗാനവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.